വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ജാർഖണ്ഡിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 67.76% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നു. ആദിൽ പാലോട് ചേരുന്ന വിവരങ്ങളുമായി. അതിൽ റെക്കോർഡ് പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് പാർട്ടികളുടെ ഒരു കണക്കുകൂട്ടൽ? കോൺഗ്രസിന് JMM-ന് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? വിനീത, പ്രചരണങ്ങളിൽ കണ്ടതുപോലെ തന്നെ ജാർഖണ്ഡിൽ ആർക്ക് കൃത്യമായ ഭൂരിപക്ഷം കിട്ടും എന്ന് പറയാനാകാത്ത സ്ഥിതിയാണ് സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും മനസ്സിലാകുന്നത്. ആക്സിസ് ബൈ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട സർവേ ഏജൻസിയാണ്. ആക്സിസ് ബൈ ഇന്ത്യയുടെ പ്രവചനമനുസരിച്ച് 53 സീറ്റുകൾ നേടി ജാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് സഖ്യം, ഇന്ത്യ മുന്നണിയായി മത്സരിക്കുന്ന സഖ്യം വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ളതാണ് പ്രവചനം. ഇതിന് സമാനമായി ആകെ 7 സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ 3 കോൺഗ്രസിനും JMM-നും അനുകൂലമായ പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. അധികാര തുടർച്ചയ്ക്കുള്ള സാധ്യതകൾ ഈ ഏജൻസികൾ പ്രവചിക്കുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട മറ്റ് 4 ഏജൻസികളുടെ പ്രവചനം ഒരു അട്ടിമറി ഉണ്ടാകും, ഭരണ തുടർച്ചയുണ്ടാകില്ല, BJP വീണ്ടും ജാർഖണ്ഡിൽ അധികാരത്തിൽ എത്തുമെന്ന പ്രവചനം നടത്തുന്നു. ഏതായാലും ജാർഖണ്ഡിൽ പ്രചരണത്തിൽ കണ്ടതുപോലെ കാടിളക്കിയുള്ള പ്രചരണമായിരുന്നു ജാർഖണ്ഡിലേത് എന്ന കാര്യത്തിൽ സംശയമില്ല. നരേന്ദ്രമോദിയും ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവർ, കേന്ദ്രമന്ത്രിമാർ ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനമായിരുന്നു ജാർഖണ്ഡിൽ നമ്മൾ നേരിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഒപ്പം അതിന് സമാനമായി അതിനോട് കിടപിടിക്കുന്ന രൂപത്തിലായിരുന്നു ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് ഹേമന്ത് സോറന്റെയും പ്രചരണം. ഭാര്യ കൽപ്പന സോറൻ ഗോത്രമേഖലകളിൽ ഉണ്ടാക്കിയ വികാരവും ആൾക്കൂട്ടവും അത് BJPക്ക് പോലും വെല്ലുവിളി ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പര്യവസാനം എന്താകും എന്ന ചോദ്യത്തിന് ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ JMM കോൺഗ്രസ് സഖ്യത്തിനും ഒപ്പം തന്നെ BJPക്കും ഒക്കെ തന്നെ, അതായത് ഒരു സമ്മിശ്രമായ ഫലങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.